എന്തിനാണ് അള്ളാഹു കുറച്ചാൾക്ക് പണം കൊടുത്ത് കുറച്ചാൾക്ക് പണം കൊടുക്കാത്തത്? അള്ളാഹ്ക്ക് ഇപ്പൊ പണത്തോട് വലിയ ഇഷ്ടമുണ്ടോ? ഇല്ല. അള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ അടയാളാണോ ഒരാളുടെ ബിസിനസ്സിൽ വർക്കത്തിട്ടത്? അല്ല അല്ല അല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഫിറോൻ പണക്കാരനായത്, കാറൂൻ പണക്കാരനായത്, എങ്ങനെ അബൂജഹൽ കോടീശ്വരനായത്? അള്ളാഹിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡമൊന്നും അല്ല സമ്പത്ത്. ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ സമ്പത്ത് കൊടുക്കും. പാവപ്പെട്ട നബിമാരില്ലേ? ഉണ്ട്. തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരില്ലേ? ഉണ്ട്. പണക്കാരായ നബിമാരില്ലേ? ഉണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാമില്ലേ? കോടീശ്വരന്മാരായ സ്വഹാബത്തില്ലേ? ഉണ്ട്. ദാരിദ്ര്യത്തിന്റെ തീച്ചുളയിൽ ജീവിച്ച സ്വഹാബത്തില്ലേ? ഉണ്ട്. അപ്പൊ പണം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടത്തിന്റെ മാനദണ്ഡം അല്ലേ? അല്ല. പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചത്? പണക്കാരന് പാവപ്പെട്ടവനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ് ചിലരുടെ കയ്യിൽ പണം കൊടുത്ത് ചിലർക്ക് പണം കൊടുക്കാതെ അള്ളാഹു ഇങ്ങനെ നിരീക്ഷിക്കുന്നത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എങ്ങനെയുണ്ട് നിന്റെ പണം കയ്യിലെത്തുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിതവും എന്ന് നോക്കാനാണ്. അതിനാ അള്ളാഹു സംവിധാനിച്ചത്. സത്യത്തിൽ നമ്മുടെ ഒക്കെ കയ്യിലുള്ള പണം നമ്മുടെ പണമാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോ ഒരു കറാമത്ത് മൊഴിജിതത്ത് കൊണ്ട് നമ്മൾ വീണ്ടും എഴുന്നേൽപ്പിച്ചു. ഈ മരിച്ചതിന് ശേഷം അനന്തര സ്വത്ത് ഓഹരി വെച്ച പണം നമ്മുടെ മിൽക്കിലേക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ? ഇല്ല. അപ്പൊ മനസ്സിലായി നമ്മളെല്ലാം പോയി. ഇത്രയേ ഉള്ളൂ. ഉപ്പ 25 കൊല്ലമായി കെട്ടിവെച്ചിരിക്കുന്ന വാച്ചാണ്. നമ്മളെല്ലാം ഉപ്പാന്റെ ഊരിയെടുത്തു. ഇനി കബറിലേക്ക് പോകുമ്പോൾ വെറും 3 കഷ്ണം തുണികളല്ലേ ഉള്ളൂ. ആ വാച്ച് ഉപ്പാന്റെ കയ്യിൽ തന്നെ കിടക്കട്ടെ എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ? ഇല്ല. അവസാനമുള്ള വാച്ചും ഊരിയെടുത്തു. ഉമ്മാമാന്റെ ചെവിയിൽ മുഴുവൻ സ്വർണ്ണം. ചില നാട്ടിൽ അതിന് അലിക്കത്ത് എന്നൊക്കെ പറയും. ഓൾറെഡി കാത് കുത്തിയതിന്റെ പുറമെ ഇവിടെ എല്ലാം സ്വർണം. അത് മുഴുവൻ ഊരി 98 വയസ്സുള്ള ആയിഷ ഹജ്ജുമ്മയുടെ ചെവി താണ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തരി പൊന്നേനി ബാക്കിയുള്ളൂ. അത് ഊരിയെടുക്കാൻ കഴിയുന്നില്ല. വിദഗ്ധന്മാരായ ജ്വല്ലറിക്കാരെ കൊണ്ടുവന്നു. അവർ കണ്ടിട്ട് പറഞ്ഞു ഇതെടുക്കുമ്പോൾ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു പേരക്കുട്ടിയായ ആയിഷയോ ഫാത്തിമയോ അല്ലെങ്കിൽ ഫൗസിയോ പറയോ കിടക്കട്ടെ ഉമ്മാമാന്റെ ചെവിയിൽ? ഇല്ല. അവസാനത്തെ തരി വരെ പൊരിച്ചെടുത്ത് കൊണ്ടുപോയിട്ടല്ലാതെ ഖബറിലേക്ക് നീക്കൂല. പിന്നെ എന്തിനാ ചങ്ങായിമാരെ ഈ പിശുക്കൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാ ഈ പിശുക്ക് കാണിക്കണത്? അതാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അല്ല പകരം തരും എന്ന് പറഞ്ഞിട്ടും നീ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നിന്നോട് എന്താ പറയേണ്ടത്? അല്ല പകരം തരും എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തിനു നീ പിശുക്ക് കാണിക്കുന്നു എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. ഇതൊരു അർത്ഥവത്തായ ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ചു. കുറച്ച് ടൈറ്റ് ആണ്, ബിസിനസ് കുറച്ച് ഡള്ളാണ്. അങ്ങനല്ല, അങ്ങനെ ആ പരിപാടിയൊന്നുമില്ല. വന്നവർക്ക് മുഴുവനും കൊടുക്കുക. കഫം പുടക്ക് കീശയിലായി ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. വലിയ ഫോൺ പോയിട്ട് ചെറിയ ഫോൺ വരെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്തിനാ ഈ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? ഉള്ളത് കൊടുത്താൽ അവിടെ ബാക്കിയുണ്ടാവും. ഇപ്പൊ ഒരു ബക്കറ്റ് നമ്മുടെ ഇടയിലൂടെ പോയി. ഇനി ആ ചാൻസ് നമുക്ക് ജീവിതത്തിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്വതക്ക ആ ബക്കറ്റിൽ ഇട്ടതായിരിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കണം.